മണിയൊക്കെ ആയപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ടൂറ് പോവുകയാണേ. വഴി വെച്ച് വീണയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ നേരെ മാമൻ്റെ അങ്ങേറെ മാമൻ്റെ കാറും എടുത്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേരാണ് ടൂർ പോകുന്നത്. അപ്പം ഞാനുണ്ട്, ചേട്ടനുണ്ട്, വീണയുണ്ട്, തങ്കാൻ്റിയുണ്ട്, അമ്മയുണ്ട്, മാമിയുണ്ട്. പിന്നീട് തൃശ്ശൂർ ചെന്നപ്പോൾ സന്ദീപണ്ണനെയും വിളിച്ച അമ്മാളവും മാമനും ഉണ്ട്. ഞങ്ങൾ പോകുന്നത് വിരിഞ്ഞിപ്പാറയിലുള്ളത് റിവർ എഡ്ജ് എന്ന് പറയുന്നൊരു റിസോർട്ടിലാണ്. തൃശ്ശൂരാണ്, ആതിരപ്പള്ളിക്ക് അടുത്താണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും നമ്മളിവിടെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അന്ന് ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സ്ട്രാ അവിടെ സ്വിമ്മിംഗ് പൂളും കൂടെ ആയി. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോഴത്തേക്ക് നമുക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം സ്വിമ്മിംഗ് പൂളിൻ്റെ ആവശ്യം വന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വന്നത് ഒക്ടോബർ നവംബർ മാസത്തിലായിരുന്നു. അപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പുഴയിലോട്ട് നോക്കിയപ്പോൾ ശോകമായിരുന്നു. എന്ന് വെച്ചാൽ വേനലല്ലേ, വറ്റി വരണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂള് കണ്ടപ്പോൾ നമുക്ക് സമാധാനമായി. പിന്നീട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യം തന്നെ കാണുന്നത് നല്ല വലിയൊരു ഹാളാണ്. ആ ഹാളിൽ ഇങ്ങനെ സെറ്റിയൊക്കെ ഇട്ട് ആ സെറ്റിനകത്ത് 2 പേർക്ക് കിടക്കാം. ആ ഹാളിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ട് ഒരു കൊച്ചൊരു ബെഡ്റൂമുണ്ട്, എ സി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് 2 പേർക്ക് കിടക്കാം. ഈ ഹാളിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റി അവർ ഡൈനിങ് ടേബിൾ ഇട്ടിട്ട് ഒരു ചെറുതായിട്ട് കിച്ചണായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അത് നിറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പ്രാവശ്യം അതൊന്നും ഇല്ലായിരുന്നു, വെള്ളം മാത്രമായിരുന്നു. എന്നിട്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം നല്ല വെള്ളമായിരുന്നു, നല്ല ഒഴുകുന്ന ശബ്ദവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പാറകളൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്രാവശ്യം പാറകളെല്ലാം തെളിഞ്ഞ് അധികം ഒഴുക്കമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു അത്ര സന്തോഷം വന്നില്ല. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ഇതാണ് താഴത്തെ ഹാള്. പിന്നീട് ആ റൂമിനോട് ചേർന്നൊരു കോമൺ ബാത്റൂമും കൂടെ ഉണ്ടായിരുന്നു. ഇതൊരു ചെറിയൊരു വാഷ്റൂമാണ്. ഇതിൻ്റെ പുറത്തായിട്ട് ഒരു വാഷ് ബേസിനും ഒരു ഗ്ലാസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അവർ അപ്പോഴാണ് സ്പീക്കർ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ അമ്മാളുവിൻ്റെ ഡാൻസ് തുടങ്ങി. അതിനുശേഷം സ്റ്റെപ്പ് കയറി മേളത്തെ ഫ്ലോറിലതാണ്. അതിൽ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നീട് ആ ബെഡിനായിട്ട് 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. പിന്നീട് ഇവിടുത്തെ വാഷ്റൂമാണ് ഹൈലൈറ്റ്. വലിയൊരു വാഷ്റൂമാണ്. ഒരു സൈഡിലോട്ട് മാറ്റി ബാത്ത് വെച്ചിട്ടുണ്ട്, ചുറ്റിനും ഗ്ലാസ്. അപ്പം നമ്മളിവിടെ കിടക്കുമ്പോൾ ഈ അരുവിയല്ല ആറൊഴുകുന്നത് നല്ല വൃത്തി കാണാം. പിന്നീട് 2 പാറകൾ കാണാം. അങ്ങനെയൊക്കെ നല്ല ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭംഗിയായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഒരു സൈഡിൽ ടോയ്ലറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ഇതിൻ്റെ ബാൽക്കണി ഇതാണ്. അവിടെയും ഒരു ചെറിയൊരു മേശ പോലൊക്കെ ഇട്ട് കസേരകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം ഒന്നുമില്ല. പിന്നീട് ഈ 2 പാറകൾ അടുപ്പിച്ച് അതിനെയാണ് വിരിഞ്ഞിപ്പാറ. അതുകൊണ്ടാണ് ഇവിടെ സ്ഥലത്തിന് പേര് വിരിഞ്ഞിപ്പാറ എന്ന് ഇട്ടേക്കുന്നത്. പിന്നീട് മേളിലോട്ടൊന്നും നമ്മൾ കയറിയില്ല. പിന്നീട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ പുഴയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഹാള് പോലുണ്ട്, ഒരു മണ്ഡപം പോലെ. അതിനകത്ത് നമുക്ക് രാത്രി വന്നിരിക്കുകയൊക്കെ ചെയ്യാം. പിന്നീട് ഈ സൈഡിൽ 2ലുമായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ച തെറ്റിയുണ്ട്, റോസുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും വയ്യാതിരിക്കുകയാണ്, പനി പിടിച്ചിരിക്കുകയാണ്. എന്നാലും അമ്മ വന്ന് അതിനുശേഷം മാമിയും തങ്കാൻ്റിയും നമ്മൾ നേരെ ഞാൻ പറഞ്ഞില്ലേ പുഴയിലോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അങ്ങനെ പക്ഷേ ഈ വെള്ളമില്ലാത്തതുകൊണ്ട് ഇറങ്ങാനും തോന്നുന്നില്ല. പിന്നീട് അമ്മയ്ക്ക് മേളിലൊരു കസേര ഉണ്ടായിരുന്നു. അമ്മയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയതിന് ശേഷം ഞാനും പുഴയിലിറങ്ങാനായിട്ട് പോവുകയാണ്. ഇപ്പം തങ്കാൻ്റി പോകുന്നു പാറയുടെ മേളിൽ കൂടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പാറകളൊന്നും അധികം കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്ക് വെള്ളം. അതുകൊണ്ട് ഇപ്രാവശ്യം നല്ല വൃത്തിയിൽ നടന്നു പോകാൻ പറ്റുന്നു. മാമൻ ദൂരെ നിന്ന് നോക്കുക എവിടെ നല്ല ഒഴുക്കുള്ളതെന്ന്. സന്ദീപണ്ണനും വീണയും എല്ലാവരും അവിടെ, അമ്മളും അവിടെ പോയിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം കേട്ടോ. അവിടെ നല്ല തെറ്റലുണ്ട്. ഈ ഒഴുക്കുള്ള സ്ഥലത്ത് അധികം ഇല്ല, പക്ഷേ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് നല്ല തെറ്റലാണ്. പിന്നെ നമ്മൾ ഓരോ വഴി കൂടി ഇങ്ങനെ കയറി നേരെ. അപ്പം മാമിക്ക് ഒരു പേടി, അങ്ങനെ മാമിയെയും പിടിച്ചൊക്കെ കയറ്റിയിട്ട് ഇവിടാണ് ഒഴുക്ക് ഇച്ചിരിയെങ്കിലും ഉള്ള, അങ്ങനെ അവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പം അമ്മാണിന് ആദ്യമേ ഇറങ്ങാനൊരു പേടിയുണ്ടായിരുന്നു. പിന്നീട് അധികം വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ നേരെ പൂളിലോട്ട് വന്നു. എങ്കിലും ഒരു 2 മണിക്കൂറോളം നമ്മളവിടെ കിടന്നത്. പിന്നീട് രാത്രി ആയപ്പോഴാണ് നമ്മൾ പൂളിലോട്ട് വന്നത്. അപ്പോൾ അപ്പുറത്തെ റിസോർട്ടിലൊക്കെ ആൾക്കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ചേട്ടനും അമ്മാളുമായിരുന്നു ആദ്യമേ. അപ്പോൾ മാമനും സന്ദീപണ്ണനും കൂടെ അപ്പു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പുവിനെ വിളിക്കാനായിട്ട് പോയി. അങ്ങനെ നമ്മൾ ആ റിങ്ങൊക്കെ ഇട്ട് ഇങ്ങനെ നീന്താൻ പഠിക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും നീന്താൻ അറിയത്തില്ല.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദാണ്ടെ മാമനും അപ്പവും സന്ദീപണ്ണനും ചേട്ടനും എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി. അപ്പോൾ വെള്ളത്തിന് ചെറിയ ചൂടുള്ളതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു 2-3 മണിക്കൂറോളം നമ്മൾ അതിനകത്ത് കിടന്നു. നമുക്കൊരു പേടിയുണ്ടായിരുന്നു പനിയോ എന്തെങ്കിലും പിടിക്കുമെന്ന്. പക്ഷേ ചൂടുവെള്ളമായതുകൊണ്ട് ഇതുവരെ ആർക്കും യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അങ്ങനെ കുറേ ടൈം കിടന്നു. അപ്പോഴാണ് മാമൻ ഞങ്ങളെ നീന്താൻ പഠിപ്പിച്ചത്. ഒരുവിധം ഞാൻ നീന്തി തുടങ്ങി. പിന്നീട് ഇവിടെ ഇരുന്നുകൊണ്ട് അമ്മയും മാമിയും തങ്കാൻ്റി ഇതെല്ലാം കടന്ന് അവർക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അതിന് ശേഷം താണ്ടെ അമ്മാളും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് മുങ്ങി പോകുന്നതാണ് തോന്നുമ്പോൾ മാമൻ എനിക്ക് ഒന്ന് രക്ഷിച്ച് അവളെ കൊണ്ടുവരും. പിന്നീട് മാമനിങ്ങനെ നീന്തുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ മാമ അടിപൊളിയായിട്ട് നമ്മളെ നീന്താൻ പഠിപ്പിച്ച്. അങ്ങനെ ഞാനും വീണയും ഒരു വിധമൊക്കെ ഒന്ന് നീന്തി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു ഭയങ്കര റിലാക്സാണ് അല്ലേ. അതിനുശേഷം താണ്ടെ ഒരു വശത്ത് അമ്മാളും പിന്നെ അപ്പു നീന്തൽ പഠിപ്പിക്കുകയാണ്. അവൾ എത്ര ശ്രമിച്ചിട്ട് അവൾക്കൊരു പേടി. അതിൻ്റെ ഇടയ്ക്കൂടെ സന്ദീപണ്ണം വന്ന് നമ്മുടെ കാലെ പിടിച്ചിങ്ങനെ താക്കും. ആ ഒരു പേടി അവൾക്ക് കണ്ട്. അപ്പോൾ ആ ഒരു പേടി അവിടെ മനസ്സിലുണ്ട്. പിന്നീട് താണ്ടെ രാത്രി ഫുഡൊക്കെ കൊണ്ടുവന്ന് അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ മാമനും എല്ലാവരും ഉറങ്ങിയ ടൈം നോക്കി വേണ്ടേ വെള്ളവും പിന്നെ സ്നാക്സായിട്ട് എടുത്തേക്കുന്ന കൊഞ്ച് ഫ്രൈ ആണ്. ഉച്ചയ്ക്ക് നമ്മൾ ഒരു കടയിൽ നിന്ന് കഴിച്ചപ്പോൾ എല്ലാവരും കഴിച്ചില്ല. ആ കൊഞ്ച് ഇത്രയും പാഴ്സലാക്കി. അത് കഴിച്ചിട്ട് നമ്മൾ നേരെ ചേട്ടനപ്പം അവിടെ ഇരുന്ന് ഊഞ്ഞാലെ ആടുകയാണ്. നേരെ ആരും അറിയാതെ ഞങ്ങൾ രാത്രിയിൽ എവിടെ പോവുകയാണെന്നറിയാം, ആനയെ കാണാനായിട്ട്. വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയത്തില്ലേ. അങ്ങനെ ഞാനും സന്ദീപണ്ണനും അപ്പവും വീണയും അമ്മാളും കൂടെ ആയിട്ട് ഞാൻ കിടന്നുറങ്ങിയതായിരുന്നു. എന്നെ വിളിച്ചെണീപ്പിച്ചതാണ് ഇട്ട് പോവുകയാണ്. അപ്പോൾ സന്ദീപണ്ണൻ സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ആന എങ്ങും വഴി കാണുന്നില്ല. ആനയെ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ അപ്പോഴേ മുങ്ങി. ചേട്ടൻ പറഞ്ഞു നിങ്ങൾ പോയി ആനയെ കണ്ടിട്ടോ, എനിക്ക് പേടിയാണ്. ചേട്ടൻ പോയി കിടന്നു. അപ്പം വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞാൽ അവിടെ അങ്ങ് വഴിയിൽ ആനയെ കണ്ടില്ല. പക്ഷെ പടക്കം പൊടിക്കുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ എനിക്ക് വിചാരിച്ച് നമുക്ക് പുഴയിൽ ഇറങ്ങി കുളിക്കാവുന്ന രാത്രി. അപ്പോൾ അവർ റിസോർട്ടുകാർ തന്നെ അത് ലോക്ക് ചെയ്തിട്ടേക്കും. കാരണം എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ ഡാം തുറന്നു വിടും. അപ്പോൾ അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടി അവരങ്ങനെ ചെയ്തിട്ടേക്കും. കുറേ നേരം അവിടെ ഇരുന്ന് കത്തി വെച്ച് പാട്ടുമൊക്കെ പാടിക്കഴിഞ്ഞ് ഒരു 2-2:30-3 മണിയായപ്പോൾ നമ്മൾ പോയി കിടന്ന്. പിന്നീട് വെളുപ്പിനെ എണീറ്റേ. അപ്പോഴേക്കും സൂര്യനൊന്നും ഉദിച്ചു തുടങ്ങിയില്ല. ചെറിയ മഞ്ഞ് പോലെ. പക്ഷെ മഞ്ഞിൻ്റെ തണുപ്പൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് വെളുപ്പിനെ നോക്കുമ്പോൾ ഇത്തിരി വെള്ളമുണ്ട്. കാരണം എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലാണ് ഇവിടെ ഡാം തുറന്നു വിടുന്നത്. പകൽ ഡാം അങ്ങനെ തുറന്നു വിടത്തില്ലല്ലോ. പിന്നെ കുറേ നേരം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്ന് കിളികളുടെ സൗണ്ടും പിന്നീട് പുഴയൊഴുകുന്ന സൗണ്ടും ഭയങ്കര രസമായിരുന്നേ. മഞ്ഞ് മൂടിയ പ്രഭാതവും മഞ്ഞും തുള്ളികൾ വീണ ചെടികളും എല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു കവിത എഴുതാൻ പറ്റിയ മൂഡാണ്. അപ്പോഴാണ് കോളിംഗ് ബെല്ല് കേട്ടത്. എല്ലാവരുടെയും ചെരുപ്പ് അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അവർ ചായ കൊണ്ടുവന്ന് വെച്ച് ഫ്ലാസ്കിനകത്ത്. പിന്നീട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചുറ്റും ഒന്നുകൂടെ ഒന്ന് നടന്നിട്ട് വരാമെന്ന്. കണ്ടിട്ടും മതിയാവുന്നില്ല. കാരണം നമ്മുടെ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാണ്. പക്ഷേ ഇത് ഈ രാവിലെ എണീറ്റ് ഇങ്ങനെ ചെടികളിലെയും കിളികളിലെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. അപ്പോൾ അവർ താണ്ടെ കട്ടൻ ചായയാണ് ആദ്യമേ കൊണ്ടുവന്ന്. ഞാൻ ചൂട് കട്ടൻ ചായയൊക്കെ ഒഴിച്ച് അപ്പോഴേക്കും താണ്ടി സൂര്യൻ ഉദിച്ച് വരുന്ന കിളികളൊക്കെ അവിടെ കൂട് വിട്ട് പറന്നിങ്ങനെ പോവുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ മലകൾക്കിടയിലൂടെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നതായിട്ട് അതൊക്കെ കണ്ട് പിന്നീട് പൂക്കൾ കാണാൻ പോവുകയാണ്. നല്ല റോസയും ബോഗൺവില്ല എന്ന് പല കളർ, മഞ്ഞ, വെള്ള, മജന്ത. അപ്പോഴേക്കും എല്ലാവരും എണീറ്റ് വന്നതാണ്. രാവിലെ തന്നെ റെഡിയായി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വിട്ടേ. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും ഓരോ ജോലികളില്ലേ. അങ്ങനെ നേരെ ഞങ്ങൾ പോയത് തങ്കാൻ്റി അടുത്താണ്. അപ്പോൾ തങ്കാൻ്റി അന്നേ പറയുന്നു, പോകുന്നതിന് മുമ്പേ പറയുന്നു മാങ്ങ നിപ്പോണ്ട് മാങ്ങ കൊണ്ടുപോകണേന്ന്. ശിവരാത്രിക്ക് വന്നപ്പോൾ അന്ന് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ താണ്ടെ അവിടെ ഇല്ലാത്ത മരങ്ങളൊന്നുമില്ല. കമ്പിളിനാരങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നല്ല കമ്പിളിനാരങ്ങ, അകത്ത് ചുമന്ന കളറിലുള്ളത്. അങ്ങനെ അത് 2 അന്നേരം മാമി പറഞ്ഞു അത് എടുക്കണ്ട, അത് ചപ്പായതായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ടെറസിലോട്ട് കയറുവാണ്. ഇവിടെ തന്നെ പല രീതിയിലുള്ള ടൈപ്പിലുള്ള മാങ്ങകളുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വയ്ക്കുന്ന ഒരു വിളഞ്ഞ, അതിൻ്റെ പേരറിയത്തില്ല, പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ്. നല്ല ഓറഞ്ച് കളറാണ്.
അങ്ങനെ തങ്കാൻറ്റി അത് ആ കൈ വെച്ച് ഇങ്ങനെ പിച്ചി തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ കുറേ മാങ്ങകൾ, അപ്പുറത്തെ സൈഡിലോട്ടെല്ലാം മരങ്ങളാണ് മാവ്. ഞാൻ പറഞ്ഞില്ല, അവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒന്നുമില്ല. ഭയങ്കര തണലുമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. താഴേക്ക് ഇങ്ങനെ മാങ്ങ വീണിങ്ങനെ കിടക്കുമായിരുന്നു. കിളിച്ചുണ്ട മാങ്ങയും കർപ്പൂര മാങ്ങയും എല്ലാ മാങ്ങകളും അവിടെ ഉണ്ട്. അങ്ങനെ തൻ്റെ കൈയെത്തി അപ്പം തക്കാൻ്റെ അടുത്ത് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. വിളഞ്ഞതില്ലേ, പഴുക്കാണ്ടായോ എന്ന് വിചാരിച്ച് അച്ചാറിടാനും ഒക്കെ. പക്ഷേ താഴെ നമുക്ക് പറ്റുന്നില്ല അല്ലാതെ കൈവച്ച് ഇങ്ങനെ പിടിച്ചാനായിട്ട്. അങ്ങനെ കുറേയൊക്കെ നമ്മൾ കൈവച്ച് പിച്ച് വെച്ച് അതോ അയ്യോ താഴെപ്പോയി. അങ്ങനെ മാങ്ങയൊക്കെ പിച്ചതിന് ശേഷം ഞങ്ങൾ മേളിൽ നിന്ന് താഴെ വന്നേ. അതിന് ശേഷം തോണ്ടേ കമ്പിളി നാരങ്ങ പിച്ചുകയാണ്. കമ്പിളി നാരങ്ങ പിച്ച് കഴിഞ്ഞപ്പോൾ അമ്മാടൊരു ചാമ്പയ്ക്ക വേണം. അങ്ങനെ ചാമ്പയ്ക്കയൊക്കെ പിച്ച് പിന്നീട് ഞാൻ അവിടെ നിന്ന് കറിവേപ്പിലയും തങ്കാൻറ്റി കറിവേപ്പിലയും മറ്റെന്താണ് വേപ്പിലയും കൂടെ പിച്ചി തന്നു. അപ്പം തങ്കാൻറ്റിക്കും അവിടെ ഒരുപാട് മൂടുണ്ട്. തങ്കാൻറ്റിക്കും കറിവേപ്പില വേണം അങ്ങ് ഗൾഫിൽ കൊണ്ടുപോകാനായിട്ടേ. അങ്ങനെ അതൊക്കെ പിച്ച് ഞങ്ങൾ നേരെ എല്ലാം കവറിലൊക്കെ ആക്കിയിട്ട് നേരെ വീട്ടിലോട്ട്. നല്ല അടിപൊളി യാത്രയായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ച്.